ഹായോ ഡാലി കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് പ്രീമിയം കളക്ഷൻസിൽ വരുന്ന, ഒരുപാടല്ല എന്നാലും നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും വെയർ ചെയ്യാനും പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ്. ക്രഷ്ഡ് സാരീസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ഗിവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാ 15 ഡേയ്സിലും നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. 3 പേർക്കായിരിക്കും ഗിഫ്റ്റ് അയച്ചു തരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് സ്ക്രീൻഷോട്ടും കൂടെ അയച്ചു തരിക. അപ്പൊ നമുക്ക് എന്താ കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്ന ഇതാണ്. ക്രഷ്ഡ് ഫാബ്രിക്കിലാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്. നമ്മുടെ ഈ ചാർട്ടിൽ മുഴുവനും നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പാറ്റേൺ ഈ ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ. നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് വരുന്നുണ്ട്, റണ്ണിങ്സ് വരുന്നുണ്ട്, സാരീസ് വരുന്നുണ്ട്. ഭയങ്കര സുഖമാണ്. അതായത് ഇത്രയും ലൈറ്റ് വെയിറ്റ് ആണ്, ട്രാൻസ്പെറന്റോ അല്ല. നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡുകളാണ് അതിനകത്തേക്ക് വരുന്നത്. അപ്പൊ ഫസ്റ്റ് സാരി വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡിലേക്ക്, ബോഡിയിലേക്ക് ഇതുപോലെ ചെറിയ പിങ്കിന്റെ തന്നെ ഒരു ഷെയ്ഡിൽ തന്നെ ചെറിയ വർക്കുകൾ, ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ബോർഡറിൽ വരുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ സിംഗിൾ ഫ്ലവേഴ്സ് കുറച്ചൊന്ന് സ്പേസ് ഇട്ടിട്ട് ഇതുപോലെ ബോർഡറിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഫ്ലവേഴ്സ് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടും വരുന്നുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം മുതലാണ് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണ് അതിന്റെ ആ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നത്. ബ്ലൂ വരുന്നുണ്ട്, ഒണിയൻ പിങ്ക് വരുന്നുണ്ട്, ലൈറ്റ് ഗ്രീൻ വരുന്നുണ്ട്, പിങ്കിന്റെ തന്നെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് കാണുന്ന ഭാഗം മുതലാണ് ഇവിടുന്ന് ഈ ഒരു ടോപ്പ് ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല രസമുള്ള കളർ ഷെയ്ഡും നല്ല ഭംഗിയായിട്ട് നല്ല മാച്ച് ആവുന്ന ആ ഒരു കോമ്പിനേഷനാണ് അതിനകത്ത് കൊടുക്കുന്നത്. മുന്താണി വരെ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു സെയിം ബോർഡർ തന്നെ പോകുന്നുണ്ട്. ഇതുണ്ടോ, ഇതാണ് മുന്താണി വരുന്നത്. എല്ലായിടത്തും ആ കുഞ്ഞു ഫ്ലവറിന്റെ പാറ്റേൺ സ്കാറ്റേഡ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ബ്ലൗസ് പീസ് ഇതിൽ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സെയിം ടോണിൽ റണ്ണിങ് ആയിട്ട് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് സാരി വരുന്നത്, ബ്ലൗസ് പീസ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 1969 ആണ് കേട്ടോ. 1969 ആണ് പ്രൈസ് വരുന്നത്. നമുക്കിതിന്റെ ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. എല്ലാം നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് വരുന്നത്. എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. സ്കാറ്റേഡ് ആയിട്ടാണ് അവിടേക്ക് ആ ഒരു നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ വരുന്ന ഭാഗത്തേക്ക് സ്കാറ്റേഡ് ആയിട്ടാണ് ആ ഫ്ലവറിന്റെ പാറ്റേൺ പോകുന്നത്. ബോർഡറിലേക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്ത് ഹെവി ആയിട്ട് തന്നെ വർക്ക് വരും. കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ്. സ്കാറ്റേഡ് ആയിട്ട് സെയിം ടോണിലേക്ക് തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ വരുന്നു. മുന്താണി ഇതാ ഇങ്ങനെ ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് റണ്ണിങ് വരുന്നു. അടുത്ത നോക്കാം. ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂയിഷ് ഗ്രീൻ ഷെയ്ഡ്, ബ്ലൂ കലർന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ. നല്ല അടിപൊളിയായിട്ട് ലൈറ്റ്. നമുക്ക് വീഡിയോയിൽ മിക്കവാറും അത് ബ്ലൂ ആയിരിക്കും കൂടുതൽ അതിലേക്ക് വരിക. പക്ഷെ 2 ഷെയ്ഡും കൂടെ കൂടുന്ന ഒരു നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. കളർ കോമ്പിനേഷൻ എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ കോമ്പിനേഷൻ കണ്ടോ, എന്ത് രസമുള്ള കോമ്പിനേഷൻ ആണെല്ലാം. ആ ത്രെഡ് എംബ്രോയിഡറി വർക്ക് നല്ല ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. സ്കാറ്റേഡ് ആയിട്ട് കുഞ്ഞു ഫ്ലവേഴ്സ് ഇതുപോലെ വരുന്നുണ്ട്. നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാട്ടോ. നമുക്ക് നന്നായിട്ട് വെയർ ചെയ്യാം. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആയിട്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലേക്കാണ് കേട്ടോ. എങ്ങനെയാണ് സാരി വരുന്നത്. എല്ലാത്തിലും കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുള്ള കോമ്പിനേഷൻ വരുന്നുണ്ട്. സെൽഫായിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്ത നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഒരു പേസ്റ്റൽ ഗ്രീൻ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള നമുക്ക് കോമൺ ആയിട്ട് കാണാത്ത നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. അതിന്റെ കോമ്പിനേഷൻ നിങ്ങൾ കണ്ടോ, നല്ല രസമുള്ള കോമ്പിനേഷൻ. അതിന്റെ കോമ്പിനേഷനാണ് എപ്പോഴും അടിപൊളി. ഈ ഗ്രീനിനകത്തേക്ക് ആ ഒരു കളർ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ സെയിം പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് വരുന്ന ഡിസൈൻസ്. ഇങ്ങോട്ടാകുമ്പോൾ ഒന്ന് സ്കാറ്റേഡ് ആയിട്ടോ അത് വരുന്നത്. ഇതുപോലെ മുന്താണി വരുന്നത് ഇങ്ങനെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു അക്വ ബ്ലൂ ഷെയ്ഡിലേക്ക്. കളർ ഷെയ്ഡ് പറയുവാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ അത് എത്രമാത്രം ഭംഗി വരുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഭയങ്കര രസമുള്ള ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. ഇതും ആ ഒരു ക്രഷ്ഡ് ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ബോഡി പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നതാണ് ആ ഒരു ക്രഷ്ഡ് ആ ഒരു ഫീൽ വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ മെറ്റീരിയൽ ഇരിക്കുന്നത്. ഇങ്ങനെ ഇതിന്റെ ബോർഡർ ആണ് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരു കട്ട് വർക്കും അതുപോലെ തന്നെ ത്രെഡ് എംബ്രോയിഡറി വർക്കും അതോടൊപ്പം തന്നെ ഒരു സിൽവർ കളറിന്റെ സ്റ്റോണും കൂടെ വെച്ചിട്ട് ഭയങ്കര ഹെവി സിമ്പിൾ ആയിട്ടാണ് സാരി കൊടുക്കുന്നത്. പക്ഷെ എന്നാലും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ വളരെ ഒരു എന്താ പറയുക എലഗന്റ് ആയിട്ട് ഭയങ്കര രസമായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി, ഒരു
പാർട്ടി വെയർ ആയിട്ടെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു സാരി തന്നെയാണ്. കളർ ഷെയ്ഡ് ആണെങ്കിലും നിങ്ങൾ വീഡിയോയിൽ കാണുന്നേക്കാൾ ഭയങ്കര രസമാണ് നമുക്ക് നേരിട്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഈ ടോപ്പ് ബോർഡർ വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടാൻ പാകത്തിനുള്ള ആ ഒരു സ്റ്റെയിൻ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ഭാഗം പ്ലെയിൻ ആക്കി വരുന്നത്. താഴത്തെ ബോർഡർ പ്ലേറ്റ്സ് എടുക്കുന്ന ഭാഗത്തേക്ക് എല്ലാം ആ ഒരു സെയിം ബോർഡർ തന്നെ വരുന്നുണ്ട്. വളരെ രസമായിട്ട് നല്ലത് എൻഡ് കണ്ടോ, എൻഡിലേക്ക് വീണ്ടും ഇതുപോലൊരു സ്റ്റോൺ ഇങ്ങനെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് കുഞ്ഞു സ്കാലപ്പിംഗ് കൂടെ ചെയ്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരെ ആ ഒരു സെയിം വർക്ക് തന്നെ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എല്ലാ സൈഡ്സിലേക്കും മുന്താണിയിലേക്ക് ഇതാണ്ട് അത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ദെൻ ഇതിന്റെ ബ്ലൗസ് പീസ്, ബ്ലൗസിന്റെ 2 സ്ലീവിലേക്കും ഇതുപോലെ ഒരു ബോർഡർ, ആ സ്റ്റോണിന്റെ തന്നെ ബോർഡറും ത്രെഡിന്റെ എംബ്രോയിഡറി വെച്ചിട്ടുള്ളൊരു ചെറിയ ബോർഡർ കൊടുക്കുന്നുണ്ട്. മേലേക്ക് ഇതുപോലെ ചെറിയൊരു വർക്കും ത്രെഡിനുണ്ട് തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും സ്ലീവിൽ അത് കൊടുക്കുന്നുണ്ട്. പ്ലസ് ഇതുപോലെ ബാക്ക് സൈഡ്, ഇതാണ് ബ്ലൗസിന്റെ ബാക്ക് സൈഡ് ആണ് ഇത് വരുന്നത്. അവിടെയും ഇതുപോലെ കണ്ടോ നെക്കിന്റെ ഭാഗം, ബാക്ക് നെക്കിന്റെ ഭാഗമാണ് ഇത് വരുന്നത്. അവിടെ ആ സ്റ്റോൺ വർക്കും ഇതുപോലെ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. കണ്ടോ ബോർഡറിലെല്ലാം ആ ഒരു സ്റ്റോണിന്റെ വർക്ക് വരുന്നുണ്ട്. 2 സ്ലീവിലേക്കും കൊടുക്കാനുള്ളതും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് സാരി വരുന്നത്. നല്ല രസമുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ. സാരിയുടെ പ്രൈസ് വരുന്നത് 3500 വരുന്നത് കേട്ടോ. നമുക്ക് ഇതിന്റെ വേറൊരു ഷെയ്ഡും കൂടെ ഉണ്ട്, നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത്. നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കളർ ഷെയ്ഡ്. ഇതിൽ വരുന്ന പാറ്റേൺ എല്ലാം സെയിം ആണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം പാറ്റേണിൽ കട്ട് വർക്കും ത്രെഡ് എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും പോകുന്നുണ്ട്. നല്ല സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്ത ബോർഡർ, ബോഡി പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. വളരെ എലഗന്റ് ആയിട്ട് വരുന്ന സാരിയാണ് കേട്ടോ. ഇതാ മുന്താണി വരുന്നത് ഇങ്ങനെ എല്ലാ സൈഡ്സിലേക്കും മുന്താണിയിലേക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസിന്റെ 2 സ്ലീവിലേക്കും നെക്കിന്റെ ബാക്ക് സൈഡിലേക്കും ഇതുപോലെ ഹെവി വർക്ക് വരുന്നുണ്ട്. ഇതിന്റെയും പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതാണ് സാരി. ഇതിലും സാരി പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ബോഡി വരുന്നത്. നല്ലൊരു ക്രഷ്ഡ് ഫീൽ തരുന്ന സാരി തന്നെയാണ്. ഇതിനകത്ത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് പ്ലസ് ഒരു കട്ട് വർക്ക് പാറ്റേൺ തന്നെയാണ് ഇതിലേക്കും പോകുന്നത്. നല്ല ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന വർക്കും അതേപോലെ തന്നെ കട്ട് വർക്ക് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് സ്കാലപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള സാരിയാണ്. നമുക്ക് വൺ പ്ലേറ്റ് ഇട്ടാലും അടുക്കി കുത്തിയാലും ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ഫീൽ തരുന്ന സാരി തന്നെയാണ്. ഇതിന്റെ ടോപ്പ് ബോർഡർ ഇവിടെ നിന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിലേക്ക് കിട്ടാൻ പാകത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോഡി പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇവിടേക്ക് പ്ലേറ്റ്സിന്റെ ഭാഗത്ത് എല്ലാം ആ ഒരു കട്ട് വർക്ക് ബോർഡർ വരുന്നുണ്ട് കേട്ടോ. മുന്താണി വരുന്നത് ഇങ്ങനെ, മുന്താണിയുടെ എല്ലാ സൈഡിലേക്കും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതിൽ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ, ബ്ലൗസ് പീസ് പ്ലെയിൻ അല്ല, ബ്ലൗസിൽ ഇതാ സാരിയിൽ വരുന്ന ആ ഒരു സെയിം ബോർഡർ തന്നെ ബ്ലൗസിലേക്കും കൊടുക്കുന്നുണ്ട്, സ്ലീവിൽ കൊടുക്കാനായിട്ട്. ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 2349 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ സെയിം പാറ്റേണും സെയിം തന്നെ സാരി വരുന്നു. കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇതാ ഇങ്ങനെ എല്ലാം സെയിം ആണ് കേട്ടോ. മുന്താണിയിലെ എല്ലാ സൈഡ്സിലേക്കും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. സ്ലീവിൽ കൊടുക്കാനായിട്ട് ഇതുപോലെ ആ ഒരു കട്ട് വർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ പിങ്ക് ടോണിലേക്കാണ് വരുന്നത്. സാരി വരുന്നത് നമുക്ക് നേരത്തെ കണ്ട അത്രയും ഒരു ക്രഷ്നെസ് വരാത്ത ഒരു സാരിയാണ്. ഇതിന്റെ മെറ്റീരിയലേക്ക് ശരിക്കും ഓർഗൻസൈഡ് ആ ഒരു ഫാബ്രിക്കിൽ തന്നെയൊക്കെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള കട്ട് വർക്കും ത്രെഡ് എംബ്രോയിഡറി വർക്കും വന്നിട്ട് നല്ല രസമായിട്ട് ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന ഒരു ബോർഡർ ആണ് വരുന്നത്. ടോപ്പ് ബോർഡർ ഇതുപോലെ ഇത് ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ സ്കാറ്റേഡ് ആയിട്ട് കുഞ്ഞു ഫ്ലവേഴ്സ് സാരിയുടെ ബോഡിയിലേക്കും കൊടുക്കുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ, ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു വർക്ക് ഇതുപോലെ ബോർഡർ ബ്ലൗസ് പീസിലേക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്ലീവിലും വെക്കാനുള്ളതുകൊണ്ട് സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ഫ്ലവേഴ്സും ബ്ലൗസ് പീസിലേക്കും കൊടുക്കുന്നുണ്ട്. സാരിയുടെ പ്രൈസ് വരുന്നത് 2825 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡിലേക്കാണ്. ഇതും ക്രഷ്ഡ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത്. സാരിയുടെ ബോഡി പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക്, പ്യുവർ വൈറ്റ് അല്ല, ഒരു മിൽക്ക് വൈറ്റ് ഷെയ്ഡിലേക്കാണ് ത്രെഡിന്റെ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്ത് ബോർഡേഴ്സ് വരുന്നത്. ഇതാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. നല്ല ഭംഗിയായിട്ട് സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ബോർഡർ ആണ് കേട്ടോ വരുന്നത്. ടോപ്പ് ബോർഡർ ഇതുപോലെ ഫ്രണ്ടിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ഭാഗം ഉള്ളിലേക്ക് പോകുന്ന ഭാഗം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ബോർഡർ വരുന്നത്. നല്ല രസമുള്ള കളർ ഷെയ്ഡാണ്. നല്ല എലഗന്റ് ആയിട്ട് നിൽക്കുന്ന, സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന വർക്കാണ് വരുന്നത് കേട്ടോ. സാരിയിലേക്ക് മുന്താണിയുടെ എല്ലാ സൈഡ്സിലേക്കും ആ ഒരു സെയിം വർക്ക് തന്നെ പോകുന്നുണ്ട്. ഇങ്ങനെ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. സ്ലീവെന്റിൽ 2 സ്ലീവിലേക്കും കൊടുക്കാനുള്ള ആ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ബോർഡറിൽ വരുന്ന ആ ഒരു സെയിം വർക്ക് തന്നെ ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെന്ററിൽ ബ്ലൗസിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടും ആ ഒരു വർക്ക് വരുന്നുണ്ട്. 2 സ്ലീവിൽ കൊടുക്കാനുള്ളതും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 1729 ആണ്. 1729 ആണ് പ്രൈസ് വരുന്നത്.
ഇതാണ് നമ്മുടെ ലാസ്റ്റ് സാരി വരുന്നത്. ഇന്നത്തെ നമ്മുടെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.